അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ പോവുകയാണ്. അപ്പോസ്തലനായ യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവികിരീടം പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ പരീക്ഷകളുണ്ട്. മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശോധനകൾ എന്ന് പറയുന്നത് ഈ പരീക്ഷകൾ നമ്മളെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഓണക്കാലം പരീക്ഷയുടെ കാലം, അവർക്ക് 3 ടേമായി തിരിച്ച് പരീക്ഷകൾ വയ്ക്കുന്നത് അവരെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ടല്ല, അവരെ അടുത്ത ഒരു ലെവലിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും. അത് നമ്മെ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ പരീക്ഷകൾ നമ്മെ ഉന്നത വിജയത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ, മാനസികമായ സംഘർഷങ്ങൾ, ശാരീരികമായ പോരാട്ടങ്ങൾ, ജീവിതത്തിൽ കഷ്ടതകൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്നതായ അനർത്ഥങ്ങൾ, നാം പ്രതീക്ഷിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം തകർക്കപ്പെട്ടു പോകുന്നത് പോലുള്ള ചിന്തയുണ്ട്. 3 വിധത്തിലുള്ളതായ ജനത്തെ ഈ ലോകത്ത് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, കഷ്ടതയുടെ നടുവിൽ ആ കഷ്ടതയെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവർ. ഒരു വെല്ലുവിളി വന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എടുത്തു വെച്ച കാല് പുറകോട്ട് വയ്ക്കാതെ, എന്തു വന്നാലും സാരമില്ല, ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തും, ധൈര്യത്തോട് ഉറപ്പോടുകൂടെ പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവർ, അവരായിരിക്കും ജയിക്കുന്നവർ. രണ്ടാമത് ഒരു കൂട്ടമുണ്ട്, പ്രശ്നം വരുമ്പോൾ അവർ നിൽക്കുകയാണ്, മൗനമായി അതിൻ്റെ മേൽ ഒന്നും ചെയ്യാതെ, അത് എങ്ങനെ വന്നതുപോലെ പോകട്ടെന്ന് പറഞ്ഞ് ശാന്തമായിരിക്കുന്നവർ. മറ്റൊരു കൂട്ടം പിന്മാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ കണ്ട്, പോരാട്ടത്തെ കണ്ട് അതിനെ ജയിക്കുവാൻ കഴിയാതെ അതിൻ്റെ മുൻപിൽ പതറിപ്പോയി പിന്തിരിഞ്ഞു പോകുന്നവർ. ഈ പകൽക്കാലം പ്രിയമുള്ളവരെ, പോരാട്ടം, പ്രശ്നം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ശോധനകൾ കടന്നു വരുമ്പോൾ നാം പിൻവാങ്ങിപ്പോകുന്നവരായി തീരരുത്. നാം വിളിക്കപ്പെട്ട വിളിയിൽ നിന്ന് അകന്നു പോകുന്നവരായി തീരരുത്. ഉറപ്പും ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ, പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളുണ്ട്. 21 ലേഖനങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി 3ആയിട്ട് തിരിക്കുവാൻ കഴിയും. ഒന്ന്, പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ, അത് വ്യക്തികളുടെ പേരോ സഭകളുടെ പേരോ ഒന്നും എഴുതാതെ പൊതുവായിട്ട് എഴുതപ്പെട്ട ചില ജനറൽ എപ്പിസോഡ്സ്, പൊതുവായിട്ടുള്ള ലേഖനങ്ങൾ. ആ ലേഖനത്തിൽ ഒന്നാണ് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ലേഖനം. ആർക്കെഴുതിയതാണ്? കഷ്ടതയുടെ നടുവിൽ അതിപീഡനങ്ങൾ സംഭവിച്ചപ്പോൾ, നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ജനം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ക്രിസ്ത്യാനികൾ അടിക്കപ്പെട്ടപ്പോൾ, യെരുശലേമിൽ നിന്ന് അന്ന് ഉണ്ടായിരുന്ന രാജ്യങ്ങളിലേക്കെയും ചിതറിപ്പോയി. ആ ചിതറിപ്പോയവർക്ക് എഴുതപ്പെട്ട ലേഖനമാണ് പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം. ഈ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ നാം വായിച്ചാൽ പരീക്ഷയെക്കുറിച്ച് അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ, അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിക്കുന്നു. രോഗമാകട്ടെ, കടഭാരമാകട്ടെ, ഈ ലോകത്തിൽ വരുന്ന വെല്ലുവിളികളാകട്ടെ, നമുക്ക് വരുന്ന പീഡകളാകട്ടെ, അനർത്ഥങ്ങളാകട്ടെ, ഈ നാനാ പരീക്ഷകൾ അല്പനേരത്തേക്ക് മാത്രം. വായിക്കാം. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസ് ഇവിടെ വിശ്വാസത്തെ ഈ ലോകത്തിലുള്ള ഒരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം?
വിലയേറിയ വിശ്വാസമായിരിക്കണം. ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സീനിയർ പാസ്റ്ററായ ദൈവദാസന് പ്രകാരം പറയുവാനിടയായി, ഒരു കാലഘട്ടത്തിൽ നെയ്യപ്പം എന്ന് പറഞ്ഞാൽ അത് നെയ്യിൽ ചുട്ടതായിരുന്നു, അല്ലെങ്കിൽ നെയ്യ് കൊണ്ടുണ്ടാക്കിയത് കൊണ്ടാണ് അതിൻ്റെ പേര് നെയ്യപ്പം. എന്നാൽ ഇന്ന് നാം വാങ്ങി കഴിക്കുന്ന നെയ്യപ്പം എന്ന് പേരുണ്ടെങ്കിലും അത് നെയ്യിൽ ഉണ്ടാക്കിയതല്ല, അത് എണ്ണ കൊണ്ടുണ്ടാക്കിയതാണ്. എന്നാലും പേര് നെയ്യപ്പം എന്നതുപോലെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ പേര് വിശ്വാസി എന്നായിരുന്നു. എന്നാൽ ഇന്ന് വിശ്വാസമില്ല എങ്കിലും പേര് വിശ്വാസിയാണ്. കാതലായ ചില നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. വിശ്വാസം നമ്മുടെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് പൊന്നിനേക്കാൾ വിലയേറിയതാണ്. എന്തുകൊണ്ട് പൊന്നിനോട് താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നു? ഈ പൊന്നെന്ന് പറയുന്നത് പൊന്നായി തീരണമെങ്കിൽ അത് ശോധനയിൽ കൂടെ പോകണം, പരിശോധനയിൽ കൂടെ പോകണം. എന്താണ് പരിശോധന? അഗ്നി കൊണ്ടുള്ള പരിശോധനയിൽ കൂടെ പോകണം. തീയിൽ കൂടെ അത് കടത്തിവിടപ്പെടുകയാണ്. തീക്കകത്തിടുമ്പോൾ അതിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റം ചെയ്യപ്പെട്ട് അവൻ 1, 2, 3 സ്റ്റേജുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ശുദ്ധപ്പൊന്നായി മാറുന്നത് പോലെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും ശോധനകളും നമ്മെ തകർക്കുവാൻ വേണ്ടിയിട്ടല്ല, പണിതെടുത്ത് പൊന്നായി മാറ്റുവാനാണ്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, ശോധനയിൽ കൂടെ കടന്നു വന്നവർ, തീയിൽ കൂടെ കടന്നു വന്നവർ, പരിശോധനകളിൽ കൂടെ കടന്നു വന്നവർ, ഏത് കഷ്ടതകൾ വന്നാലും ഏത് പോരാട്ടങ്ങൾ വന്നാലും വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. അല്ല എന്തെങ്കിലും ഭൗതികമായ ലാഭത്തിനു വേണ്ടി, എന്തെങ്കിലും ഭൗതികമായ നന്മയ്ക്കു വേണ്ടി ഈ ദൈവവചനത്തെ എടുത്തവർ, അല്ലെങ്കിൽ ദൈവത്തിന് പുറകെ വന്നവർ, ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ, പരിശോധനകൾ വരുമ്പോൾ നിലനിൽക്കുവാൻ കഴിയാതെ പിൻവാങ്ങി പോകുന്നത് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ വിശ്വാസം പൊന്നുപോലെ മാറട്ടെ. യോബിന്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യം, കഷ്ടതയിൽ കൂടെ കടന്നുപോയ യോബ് പറയുകയാണ്, 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ, എന്നെ ശോധന കഴിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ പരിശോധനകളും കഷ്ടതകളും വന്ന് എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൽ ദൂതായി വിളിച്ചറിയിക്കുന്നു. താങ്കൾ കടന്നു പോകുന്ന പ്രശ്നം, പോരാട്ടം, അത് ഒരു പരിശോധനയുടെ കാലഘട്ടമാണ്. അത് ഒരു പോരാട്ടത്തിൻ്റെ ദിവസമാണ്. പിൻവാങ്ങി പോകാതെ ഉറപ്പും ധൈര്യത്തോടുകൂടെ ദൈവത്തോടുകൂടെ അടുത്ത് നിന്നാൽ അവൻ നമ്മെ പരിശോധന ചെയ്തതിന് ശേഷം പൊന്നുപോലെ പുറത്തു വരും. ചില കുടുംബങ്ങളെ പൊന്നുപോലെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ജീവിതങ്ങളെ പൊന്നുപോലെ ദൈവം കൊണ്ടുവരുവാൻ പോകുകയാണ്. ആദ്യത്തെ സ്റ്റേജിൽ നീ ഉണ്ടായിരുന്നതിനേക്കാൾ, നിനക്കുണ്ടായിരുന്ന ബഹുമാനം, വിലയേക്കാൾ നിന്റെ സ്റ്റേജ്, നിന്റെ നിലവാരത്തിന് ഒരു മാറ്റമുണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചിലരോട് അറിയിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പരിശോധനയുടെ കാലഘട്ടത്തിന് മുൻപ് കഴിവുകെട്ടവരായിരിക്കാം. പരിശോധനയുടെ കാലഘട്ടത്തിന് മുൻപ് അപമാനവും നിന്ദയും കഷ്ടതയും കണ്ണുനീരും കയ്പും അനുഭവിച്ചവരായിരിക്കാം. എന്നാൽ ശോധനയുടെ കാലഘട്ടം എന്നേക്കുമല്ല, അല്പനേരത്തേക്കുള്ള ഈ കഷ്ടത, ഈ പോരാട്ടത്തെ ഒന്ന് സഹിക്കുന്നു എങ്കിൽ ദൈവികമായ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, 4 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതകളുടെ ലക്ഷ്യം, 1, ശോധനകൾ നമ്മെ പൊന്നുപോലെ മാറ്റിക്കൊണ്ടുവരികയാണ്. നീരോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കേണ്ടതിന് മരങ്ങളിൽ പിടിച്ചുകെട്ടി അവരെ കത്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ കൂടെ നീരോ ചക്രവർത്തി നടന്നു പോകും. അവരുടെ നടുവിൽ അഗ്നി പരിശോധനയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് എഴുതിയത്, നിങ്ങളുടെ നടുവിൽ പറ്റി ജ്വലിക്കുന്ന അഗ്നിയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്.
ഈ കഷ്ടത, ഈ പോരാട്ടം, ഈ വേദന അല്പനേരത്തേക്കേ ഉള്ളൂ. അവൻ നമ്മുടെ പ്രത്യാശയായ ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള നന്മ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയങ്ങളിൽ തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസവും ധൈര്യവുമുള്ളവരായി നാം നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒന്ന്, ശോധനയുടെ ഉദ്ദേശം നമ്മെ പൊന്നുപോലെ മാറ്റുവാൻ. രണ്ട്, ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഉറപ്പ്, ധൈര്യം, എൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നല്ലതിനു വേണ്ടി നമ്മെ ഉപയോഗമുള്ളവരാക്കി തീർക്കുവാൻ എന്തും ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? കർത്താവ് ഒരു കുശവനാണ്, നാം കളിമണ്ണാണ്. ഈ കുശവനോട് കളിമണ്ണിന് ചോദ്യം ചോദിക്കുവാനുള്ള യാതൊരു അർഹതയും ഇല്ല. പലരും ചോദിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എന്തുകൊണ്ട് ഈ രോഗം, എന്തുകൊണ്ട് ഈ കഷ്ടത, എന്തുകൊണ്ട് ഈ അപമാനം, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? വൈ ലോർഡ്? എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ചോദിക്കുവാൻ നമുക്ക് അനുവാദമില്ല. നാം ചോദ്യം ചോദിക്കുവാനുള്ളവരല്ല. എന്തുകൊണ്ടെന്ന് പറയാം, ദൈവത്തിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന്. ഒന്ന് രണ്ട് വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജോബിന്റെ പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവൻ പറിച്ചെടുക്കുന്നു, ആർ അവനെ തടുക്കും? നീ എന്തു ചെയ്യുന്നു എന്ന് ആര് ചോദിക്കും? എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവൻ പറിച്ചെടുക്കുന്നു, ആര് തടുക്കും? നീ എന്ത് ചെയ്യുന്നെന്ന് ആരവനോട് ചോദിക്കും? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഫ്രിക്കയിലെ ഉഗാണ്ട എന്ന രാജ്യത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ ഒരു ദൈവദാസൻ തൻ്റെ അനുഭവം പറയുവാനിടയായി. അദ്ദേഹം സ്ട്രീറ്റിൽ കിടക്കുന്ന ഒരു ബോയായി തെരുവിൽ വളരുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ ആരുമില്ല. എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു നിലയിൽ ദൈവത്തെ കണ്ടെത്തി. അദ്ദേഹത്തിന് നല്ലൊരു സ്നേഹിതനുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലേക്ക് പോകണം. ആ കല്യാണ വീട്ടിലേക്ക് പോകുവാൻ ഇദ്ദേഹത്തിന് ഒരു നല്ല വസ്ത്രം ഉടുക്കുവാനില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് നല്ലൊരു വസ്ത്രമുണ്ട്. 2 ജോഡി ഡ്രസ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, ആ കൂട്ടുകാരൻ്റെ കയ്യിൽ. ഇദ്ദേഹം ചോദിച്ചു, എൻ്റെ സ്നേഹിതൻ്റെ കല്യാണമാണ്, നല്ല വസ്ത്രമിടാതെ എനിക്ക് പോകുവാൻ കഴിയത്തില്ല, ഒരു വസ്ത്രം എനിക്ക് വായ്പയായി തരണം. ആ സ്നേഹിതൻ ഈ പ്രിയ സ്നേഹിതനെ സ്നേഹിച്ചതുകൊണ്ട് ആ കല്യാണത്തിന് പോകുവാൻ ആ വസ്ത്രം കൊടുത്തു. എന്നാൽ വസ്ത്രം ഉടുത്തിട്ട് അദ്ദേഹം ആ കല്യാണത്തിന് പോയി സന്തോഷവാനായി മടങ്ങി വന്നിട്ട് ആ വസ്ത്രം വീണ്ടും അലക്കി തേച്ച് തൻ്റെ ഒരു ഹാങ്ങറിൽ തൂക്കിയിട്ടേക്കുകയാണ്. കാരണം അത് മടക്കി കൊടുക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിന് മടക്കി കൊടുക്കുവാൻ മനസ്സില്ല. കാരണം അടുത്ത ദിവസം മറ്റൊരു സുഹൃത്തിൻ്റെ വിവാഹമുണ്ട്. ആ വിവാഹത്തിന് കൂടെ ഈ വസ്ത്രം ഉടുത്തിട്ട് ആ വസ്ത്രം മടക്കി കൊടുക്കാമെന്ന് ചിന്തിച്ചു. എന്നാൽ തൻ്റെ സുഹൃത്തിനോട് ഇത് പറഞ്ഞില്ല. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി തൻ്റെ വസ്ത്രം കിട്ടാതെ വന്നപ്പോൾ ആ വസ്ത്രത്തിൻ്റെ ഉടയവനായ സുഹൃത്ത് ഈ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ വസ്ത്രം വേണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, സഹോദര, ഒരു കല്യാണത്തിന് ഞാൻ ഉടുത്തു, എന്നാൽ ഒരു കല്യാണം കൂടെ ഉണ്ട്, അതിന് ഉടുക്കണം. എന്നാൽ മറ്റേ സ്നേഹിതൻ പറഞ്ഞു, ഒരു കല്യാണത്തിന് വേണ്ടിയല്ലേ നീ ചോദിച്ചത്, അതിന് ഞാൻ തന്നല്ലോ, ഇനി ഒരു കല്യാണമുണ്ടെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതിങ്ങോട്ട് തന്നേ. എടുത്തിട്ട് അദ്ദേഹം പോകുവാനിടയായി. ഈ സുഹൃത്ത് പ്രകാരം പറഞ്ഞു, എന്തുകൊണ്ടെടുത്ത് എന്ന് ചോദിക്കുവാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. കാരണം അത് അദ്ദേഹത്തിന് അർഹതപ്പെട്ട വസ്ത്രമാണ്. ഞാൻ ഒരു ചോദ്യവും ചോദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കളോട് ദൈവാത്മാവിൽ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകളും കടമായി, വായ്പയായി ദൈവം നമുക്ക് നൽകിയ ദാനമാണ്.
നാം അനുഭവിക്കുന്ന ആരോഗ്യമാകട്ടെ, നാം അനുഭവിക്കുന്ന സമാധാനമാകട്ടെ, നാം അനുഭവിക്കുന്ന സമ്പത്താകട്ടെ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ നിന്ന് ജ്യോതികളുടെ വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ നൽകിയവനായ ദൈവത്തിന് അത് എടുക്കുവാൻ കഴിയത്തില്ലേ? അത് എടുക്കുവാനുള്ള അനുവാദം അദ്ദേഹത്തിന് ചോദിക്കണമോ? ഇല്ല. ദൈവം പറിച്ചു കൊണ്ടുപോയാൽ ആര് തടുക്കും? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിക്കുന്നു. അതിൻ്റെ പുറകിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ പണിയുവാൻ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. God can do anything in our life. We cannot question him. ദൈവത്തോട് ചോദ്യം ചോദിക്കുവാൻ നമുക്ക് അനുവാദമില്ല. കാരണം യെശയ്യാ പ്രവാചകന് പ്രകാരം പറയുന്നു, 64-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, എങ്കിലും യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. അങ്ങനെയെങ്കിൽ നമ്മളെ മെനയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കേണ്ട ചിലത് നീക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുറിക്കേണ്ട ചിലത് മുറിക്കണം, നമ്മുടെ ജീവിതത്തിൽ തകർക്കേണ്ടത് ചിലത് തകർക്കണം. അങ്ങനെയെങ്കിൽ ആ കുയവൻ നമ്മെ ചില പണിപ്പുരകളിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കുവാൻ കഴിയത്തില്ല. ആ കുശവന് നമ്മെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ തലമുറകളെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്. ആ ഷേപ്പിലേക്ക് നാം എത്തുന്നത് വരെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കും. ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തിരുക്കരത്തിൽ എന്നെ സമർപ്പിക്കുന്നു നാഥാ, കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ എന്ന് സമർപ്പിക്കുന്നവരെ ദൈവം പണിതെടുക്കും. ഒന്നാമതായി ദൈവം നമ്മെ പണിയുന്നതിൻ്റെ പുറകിൽ നമ്മെ പൊന്നായി മാറ്റുവാൻ. രണ്ടാമതായി ദൈവം നമ്മെ പണിയുന്നതിൻ്റെ പുറകിൽ ഉദ്ദേശം നമ്മെ അവൻ്റെ ഹിതത്തിനൊത്തവണ്ണം, അവൻ വിചാരിക്കുന്ന പദ്ധതിക്കൊത്തവണ്ണം, ദൈവം ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് കൊണ്ടുവരുവാൻ, എന്തു വേണമെങ്കിലും ചെയ്യുവാൻ ദൈവത്തിന് അനുവാദമുണ്ട്. കാരണം നാം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ആമേൻ. ദൈവത്തിന് എന്തും ചെയ്യുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം കർത്താവേ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് സമർപ്പിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയെക്കുറിച്ച് ഒരുപക്ഷെ ചിലർ പറയാം ശാപമെന്ന് പറയാം, ചിലർ പറയാം നിന്റെ അഹങ്കാരമാണ്, നിന്റെ പാപമാണ്. എന്തു തന്നെയാകട്ടെ, ചോദ്യം ചെയ്യാതെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങളിൽ താന്നിരുന്നാൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തേണ്ടതിന് അവൻ്റെ ഫലമുള്ള കരങ്ങളിൽ അടങ്ങിയിരുന്നാൽ കർത്താവിന് നമ്മെ പണിയുവാൻ കഴിയും. മൂന്നാമത് മഹത്വകരമായ ഒരു ചിന്ത പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തിന്മയ്ക്കായിട്ടല്ല, സകലതും നന്മയ്ക്ക് വേണ്ടി. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ഒന്ന് പറയാമോ? വാതുറന്ന് സകലവും. ജീവിതത്തിൽ നടക്കുന്നത് സകലവും, ഈ ദിവസം നടക്കുന്ന സകല കാര്യങ്ങളും, ഈ മാസം നടക്കുന്ന സകലവും, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും, അതായത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരായി ദൈവത്തെ സ്നേഹിക്കുന്നവർ. മറക്കരുത്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കുക, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്നവരായി ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരാണോ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സകലവും, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സകലവും, നമ്മുടെ ജോലിയിൽ നടക്കുന്ന സകലവും, നമ്മുടെ യാത്രാമധ്യേ നടക്കുന്ന സകലവും, വിദ്യാഭ്യാസത്തിൽ നടക്കുന്ന സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഒരു ഉദാഹരണം പറഞ്ഞാൽ, യോസേപ്പിൻ്റെ ജീവിതം നമുക്കെടുത്താൽ, യോസേപ്പിന് ദൈവം ദർശനം നൽകി 17-ാമത്തെ വയസ്സിൽ. ആ ദർശനം അപ്പനോട് പറഞ്ഞു, ആ ദർശനം സഹോദരന്മാരോട് പറഞ്ഞു. ആ സ്വപ്ന മുഖാന്തരം സഹോദരന്മാർ അവനെ വെറുത്തു, സഹോദരന്മാർ കളിയാക്കി, സഹോദരന്മാർ പരിഹസിച്ചു. ആ സ്വപ്ന മുഖാന്തരം യോസേപ്പിന് എടുത്ത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയുവാനിടയായി. യോസേപ്പിന് ഇസ്മായിലിന്റെ കയ്യിൽ 20 വെള്ളിക്കാശിന് വിൽക്കുവാനിടയായി. അനവധി കഷ്ടങ്ങളിൽ കൂടെ യോസേപ്പിന് കടന്നു പോകേണ്ടതുണ്ടായി.
ജോസേപ്പിൻ്റെ ജീവിതം കാരാഗ്രഹത്തിലായി, ജോസേപ്പിൻ്റെ ജീവിതം ഇരുട്ടറയിലായി. അവൻ്റെ ഹൃദയത്തിൽ വന്നുപോയ ഒരു ചിന്തയായിരിക്കാം, ജോസേപ്പേ, നിന്റെ സ്വപ്നം എവിടെ, നിന്റെ ദർശനം എവിടെ, നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശ്യം എന്താണ്? നീ ഇങ്ങനെ തകർക്കപ്പെട്ടവനായി പോയല്ലോ. ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിൻ്റെ അവസാനത്തിൽ ജോസേപ്പ് പറയുന്ന ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം സഹോദരന്മാരെ നോക്കി, തൻ്റെ അവസാന കാലഘട്ടത്തിൽ അപ്പൻ്റെ മരണം അടുത്തിരിക്കുന്ന സമയത്ത് ജോസേപ്പ് അപ്പം മരിച്ചതിന് ശേഷം പറയാണ്, നിങ്ങൾ എനിക്ക് ദോഷമായി ചെയ്തു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വന്ന കയ്പിൻ്റെ അനുഭവങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, പരിഹാസങ്ങളുടെ അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ മുൻപിൽ ചോദ്യചിഹ്നമായി മാറിയത്, പ്രതികരിക്കുവാൻ കഴിയാതെ വന്നത്, മറുപടി പറയുവാൻ സാഹചര്യമില്ലാതെ ഒടിഞ്ഞു മാറിയത്, ഏകാന്തതയിൽ കൂടെ കടന്നുപോയത് അല്ല. ഇന്ന് താങ്കൾ ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. ഇന്ന് പകൽക്കാലം എന്നോടുകൂടെ ചേർന്ന് പറയാമോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. താങ്കളുടെ ജീവിതത്തിൽ, തലമുറകളുടെ ജീവിതത്തിൽ നടക്കുന്നത് സകലതും നന്മയ്ക്കായി എന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും. സാത്താനോട് പറ, സാത്താനെ, നീ തിന്മയ്ക്കായി ചെയ്തത് ദൈവം നന്മയ്ക്കായി തീർക്കും. കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത്, അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിൽ, പഠനത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഏതൊരു മേഖലയിലാകട്ടെ, തിന്മയ്ക്കായി വന്നതിനെ നോക്കി ധൈര്യത്തോട് പറ, എൻ്റെ ദൈവം എനിക്ക് തിന്മയ്ക്കായി ഒന്നും ചെയ്യട്ടില്ല, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കായി വരുന്നു എന്ന് വിശ്വസിച്ചാൽ, ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ, സകലതും ദൈവം നന്മയ്ക്കായി ചെയ്യും. അവസാനമായ ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു അതിമഹത്വകരമായ ഒരു പാഠം പറയാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് ഞാൻ പറഞ്ഞു, നമ്മെ ദൈവം പൊന്നാക്കി തീർക്കും. 2, ദൈവത്തിന് എന്തും ചെയ്യുവാൻ അധികാരമുണ്ട്. 3, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവസാനമായി ഒന്ന് പറയട്ടെ, ഈ ലോക ജീവിതം അത് നിത്യമല്ല. ഈ ലോകത്തിൽ ഏറിയാൽ 70 വർഷം, ബലമുണ്ടെങ്കിൽ 80 വർഷങ്ങൾ. ഈ ലോക ജീവിതം അത്രയ്ക്കേ ഉള്ളൂ. ഈ ലോകത്തിൽ നിരന്തരമായി നിങ്ങളും ഞാനും ജീവിക്കുവാൻ പോകുന്നില്ല. ഈ ലോക ജീവിതം ഒരു ദിവസം തീരും. അതുകൊണ്ട് കണ്ണുനീരെല്ലാം മാറും, ദുഃഖമെല്ലാം മാറും. 1-2 വാക്യങ്ങൾ നാം വായിച്ചു കേൾക്കാം. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു. പലർക്കും ഈ ലോകത്തിൽ ഐഡന്റിറ്റി ഉണ്ട്. ഈ ലോകത്തിലെ ID കാർഡിന് വേണ്ടി പരിശ്രമിക്കുകയാണ്. ലോകത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വേണം, ആധാറിൽ പേര് വേണം, പാസ്പോർട്ടിൽ പേര് വേണം, ഇൻഷുറൻസ് കാർഡിൽ പേര് വേണം, ബാങ്ക് ബുക്കിൽ പേര് വേണം എന്ന് വേണ്ട, സകലത്തിലും പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ലോകത്തിന് മുൻപാകെ ഓടുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ നേടിയവർ എവിടെ? ഇന്നലകളിൽ ഇതെല്ലാം സമ്പാദിച്ചവർ എവിടെ? ഈ ലോകത്തിൽ നിരന്തരമായവർക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ നിത്യമായ ഒരു വാസസ്ഥലം നമുക്കുണ്ട്. നമ്മുടെ പൗരത്വമോ അത് സ്വർഗ്ഗത്തിലാകുന്നു. അതെ, വായിക്കേ. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്. നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ്. Our citizenship is in heaven. നാം ഈ ഭൂലോകത്തിലുള്ളവരല്ല, സുരലോകത്തിലുള്ളവരാണ്. ആ സ്വർഗ്ഗലോകത്തിലേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക്, നിത്യതയ്ക്ക് വേണ്ടി നാം വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ്. പ്രത്യാശയോട് ജീവിക്കണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-2 വാക്യങ്ങളിൽ, 2 കൊരിന്തി 5-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, ഈ കൂടാരമായ നമ്മുടെ ശരീരമായ ഭൗമഭവനം അടിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ കണ്ണുനീരുണ്ട്, ഇവിടെ വേദനയുണ്ട്, രോഗമുണ്ട്, അനർത്ഥങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ശരീരമെന്ന മൺകൂടാരം അടിഞ്ഞു പോകാം.
എന്നാൽ തങ്ങൾക്ക് പ്രത്യാശയുണ്ടോ? താങ്കൾക്ക് വേണ്ടി കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം എൻ്റെ യേശു ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. 6 ദിവസം കൊണ്ട് കർത്താവ് തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഈ ലോകം ഇത്രയും മനോഹരമെങ്കിൽ 2000 വർഷമായി എൻ്റെ അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് വിവാഹം നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മണവാളൻ മണവാട്ടിക്ക് വേണ്ടി നല്ലൊരു വീട് ഒരുക്കണം. ആ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞു, ഇതാ ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. പ്രിയ സഹോദരനെ, താങ്കൾക്ക് വേണ്ടി ഒരു ഭവനം ദൈവം ഒരുക്കുകയാണ്. പ്രിയ മാതാവേ, താങ്കൾക്ക് വേണ്ടി ഒരു ഭവനം ദൈവം ഒരുക്കുകയാണ്. പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, താങ്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ദൈവം വരും. കൈപ്പണിയില്ലാത്ത ഒരു നല്ല ഭവനം നമുക്കായി സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് വീണ്ടും തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, 1 പത്രോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം ഈ സഹിക്കുന്ന കഷ്ടം വേദന പോരാട്ടമെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. അവൻ അടുത്തുള്ളവരെ നോക്കി പറഞ്ഞാട്ടെ, അവൻ എൻ്റെ കഷ്ടത, എൻ്റെ വേദന അല്പകാലത്തേക്കേ ഉള്ളൂ. അത് ഈ സെക്കൻഡുകൾക്കേ ഉള്ളൂ, ക്ഷണനേരത്തേക്കേ ഉള്ളൂ. അല്പകാലത്തേക്ക് കഷ്ടം അനുഭവിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന, അതെ, നിത്യ തേജസ്സിനായി കർത്താവ് വിളിച്ചിരിക്കുന്നു. സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. എത്ര മനോഹരമായ വാക്യം! ഈ കഷ്ടതകളും വേദനകളും നമ്മെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നിർത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയിൽ കൂടെ പോവുകയാണോ, വേദനയിൽ കൂടെ പോവുകയാണോ, രോഗത്തിൽ കൂടെ പോവുകയാണോ, എന്നും ഇത് നിരന്തരമല്ല, അത് മാറും. ഈ കഷ്ടത മാറും, ഈ കണ്ണുനീര് മാറും, ഈ വേദന മാറും. നിത്യഭവനം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. താങ്കളെ പൊന്നുപോലെ ദൈവം മാറ്റും. നമ്മുടെ ജീവിതത്തിൽ എന്തും ചെയ്യുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. സകല നന്മയ്ക്കായി ദൈവം ചെയ്യുന്നു. ഈ ലോക നിത്യതയല്ല, നിരന്തരമല്ല. നമുക്ക് വേണ്ടി നല്ലൊരു രാജ്യം ദൈവം പണിയുന്നു. അവിടേക്ക് പോകാൻ ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവിനെ സ്വന്തം രക്ഷിതാവായി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ, ഹൃദയത്തിൽ കരം വെച്ചാട്ടെ. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചാട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കഷ്ടതയിൽ കൂടെ പോകുന്നു, പ്രതീക്ഷയോടെ ഇരിക്കുക. താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ആ ഉയർത്തിയ കരങ്ങളെ ദൈവം കാണുന്നു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. കഷ്ടതയും കണ്ണുനീരും വേദനയിൽ കൂടെ പോകുന്നവരെ ദൈവം തൊടണമേ. പ്രത്യേകിച്ച് രോഗികളായുള്ളവരെ ഇപ്പോൾ ദൈവം തൊടണം. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യമാക്കുന്ന ദൈവികമായ ശക്തി കർത്താവായ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം സംഭവിക്കട്ടെ. കണ്ണുനീരും വേദനകളും നിരാശകളും മാറട്ടെ. അത്ഭുതം ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.